മഴ തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രോഹിത്താണെങ്കിൽ വൈജെടുത്ത് പറയാണ്, ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നേ, അമ്മ എന്തിനാ ഇപ്പം അവിടുന്ന് പോരുന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വൈ ചോദിക്കുകയാണ്, എന്താ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ മാനേജ് അച്ഛനെ പോയി ഞാനും അലീന ചേച്ചിയുടെ കണ്ട് എന്നെ തിരിച്ച് കോളേജിലേക്ക് എടുത്ത് ഇപ്പം 1 മാസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് കയറാം. ആ സന്തോഷ വാർത്തയായിട്ട് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ അവിടുന്ന് പോരുന്നു. എനിക്ക് ആരുടെയും ആട്ടും തുപ്പും കണ്ട് ഒരു പട്ടിയെപ്പോലെ അവിടെ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അലീന കൃഷ്ണമോളത്ത് പറയാണ്, ഞാൻ മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരട്ടെ കൃഷ്ണമോളെ, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു അലീന അങ്ങ് കയറിപ്പോവുകയാണ്. അപ്പോൾ ഉടനെ രോഹിത്ത് പറയാണ്, അമ്മ വാശി പിടിക്കാതെ അമ്മയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ്. ഉടനെയാണ് വൈ ചോദിക്കുകയാണ്, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണോ എൻ്റെ ശത്രുവായിട്ട് നിങ്ങളെ വന്നത്, അതോ എന്നെ കളിയാക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും ഭൗതികം പറയുന്നുണ്ട്, ഞങ്ങൾ ആരും കളിയാക്കാനൊന്നും അല്ല വന്നത്, ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ബാലചന്ദ്രൻ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറയണം, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകണം. ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ആ നശൂലത്തെ ആ അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയാണ്, ആഹാ എന്നെങ്കിൽ അച്ഛൻ വല്ല പിച്ചക്കാരനും ആവണം, അല്ലാതെ അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ട് പോകത്തില്ല എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പം വൈജ പറയാണ്, എനിക്ക് അങ്ങോട്ട് വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലെന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, അമ്മ വെറുതെ വാശി പിടിക്കാതെ. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അമ്മ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. പിന്നെ അലീന ചേച്ചി വന്നത് ഞങ്ങളുടെയൊക്കെ നേതാവ് അലീന ചേച്ചിയാണ്. അലീന ചേച്ചിക്കാണ് അമ്മ തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതെന്ന് കൃഷ്ണമോള് വൈജെടുത്ത് പറയാണ്. പിന്നെ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാമല്ലേ, അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുമെന്ന് പറയുകയാണ്. ഉടനെ മനു ചോദിക്കുകയാണ്, ആൻറ്റി അലീന എത്ര പേരുടെ ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ വൈജ പെട്ടെന്ന് മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ അവിടെ വശത്തെ പറയത്തുള്ളൂ എനിക്ക് വ്യക്തമായിട്ടറിയാം, അതിൻ്റെ കാരണവും എന്തോന്നറിയാം, അതൊന്നും നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മനു ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്താടാ നീ എന്നെ കളിയാക്കി ചിരിച്ചാണ്? അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ കളിയാക്കിയൊന്നും ചിരിച്ചല്ല, ഞാനെന്തിനാ ആൻറ്റിയെ കളിയാക്കുന്നത്, അലീനെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം ആൻറ്റി പറഞ്ഞപ്പം അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി മാത്രം ചോദിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ വൈജ പറയാണ്, നീയൊക്കെ നിൻ്റെ അച്ഛനോട് പോയി നന്നാവാൻ പറ, അതിന് ശേഷം ഇവിടെ വന്ന് എന്നെ വിളിക്കാൻ വന്നാൽ മതിയെന്ന് പറയാണ്. അച്ഛൻ നന്നാവണമെങ്കിൽ ആ പോയ നശൂലത്തെ ഇറക്കി വിടണം, എന്നാലേ നിൻ്റെ അച്ഛൻ നേരെ ആവത്തുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തിരിച്ച് ആ വീട്ടിലേക്കില്ല, എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് ബാലചന്ദ്രൻ എൻ്റെ മുന്നിൽ വരണമെന്ന് വൈജ പറയുകയാണ്. അപ്പം രോഹിത് പറയാണ്, അമ്മ വെറുതെ വാശി പിടിക്കാതെ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുകയാണ്. അപ്പം വൈജ പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്ന് സമയം കളയണ്ട, എത്രയും വേഗം പൊക്കോ, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോവുക, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞങ്ങളും ഇവിടെ തന്നെ ഇരിക്കാം, അമ്മ ഞങ്ങളുടെ വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് വൈജി അങ്ങ് കയറിപ്പോവുകയാണ്. അങ്ങനെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോക്കൊക്കെ നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാലോ, ആൻറ്റിയുടെ സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ, അതാ ഞാൻ കയറി വന്നപ്പോഴേ ചോദിച്ചത്, ഇതൊക്കെ നടക്കാനാണോ എന്ന്. അപ്പോൾ ഉടനെ ബബിത പറയാണ്, അമ്മയായിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, അതെ മനുവേട്ടാ, ഞങ്ങൾ അമ്മയായിട്ടേ പോകത്തുള്ളൂ, അമ്മ എപ്പോഴാണോ വരുന്നത് അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ മുത്തശ്ശിയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അലീന അവിടെ ചെന്ന് നിന്നിട്ട് മുത്തശ്ശിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഉറങ്ങിക്കിടന്ന മുത്തശ്ശി ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഞെട്ടലോടെ നോക്കുവാണ്. അലീനയല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശിയെ നോക്കി അലീന ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നെ മനസ്സിലായല്ലോ മുത്തശ്ശിക്ക് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ എണീച്ചിരിക്കുകയാണ്. നിന്നെ മനസ്സിലാവാത്ത എന്താ? അപ്പം അലീന പറയാണ്, ഞാൻ വിചാരിച്ചു മുത്തശ്ശി എന്നെ മറന്നു കാണുമെന്ന്, അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ പിടിച്ച് നേരെ ഇരുത്തുകയാണ് അലീന. അപ്പോൾ ഉടനെ, നീ മാത്രമേ ഉള്ളോ, നിൻ്റെ കൂടെ ആര് വന്നെന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാൻ ബബിത കൃഷ്ണമോള് എല്ലാവരുമായിട്ട് ഇങ്ങ് പോരുന്നു. അതെന്താ മോളെ എല്ലാവരുമായിട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അത് മാഡം ഇങ്ങോട്ട് പോരുന്നില്ലേ, അപ്പം മാഡത്തിനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാം ഇങ്ങ് വന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഓ അവൾ വരാനൊന്നുമല്ല, അവളുടെ വാശി മോക്കറിയാലേ, ആര് വന്ന് വിളിച്ചാലും അവൾ വരത്തില്ല. അപ്പോൾ അലീന പറയാണ്, എന്തായാലും നോക്കാം മുത്തശ്ശി, ഞങ്ങളെല്ലാവരും കൂടെ വന്നേയില്ലേ, ഞങ്ങൾ മാഡത്തെയും കൊണ്ടേ പോകത്തുള്ളൂ, അതുകൊണ്ട് അവർ മാഡത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മുത്തശ്ശിയെ കാണാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, മോക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയോടത്തൊരു രഹസ്യം പറയാം,
എന്താ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അതെ, ബബിതയും രോഹിത്തിനെയും ഞാൻ ഇങ്ങ് പിടിച്ചെടുത്ത് എൻ്റെ പക്ഷത്താക്കി മുത്തശ്ശി എന്ന് പറയുകയാണ്. ഉടനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയാണ്, അത് നിന്നെ കൊണ്ട് നടക്കും, നീ അതിനല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ചോദിക്കുകയാണ്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞ്? അപ്പം ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് നീ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കുമല്ലോ എന്ന് പറഞ്ഞാന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, പക്ഷെ മാഡം മാത്രം ഒരു രീതിയിലും ഒതുങ്ങുന്നില്ല മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് നീ വിഷമിക്കണ്ട, അവൾ എന്നായാലും നിൻ്റെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, മാഡത്തെക്കുറിച്ച് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ഇല്ല മുത്തശ്ശി, ബബിതയും രോഹിത്തിനെയും പോലൊന്നും അല്ല മാഡം എന്ന് പറയാണ്. അപ്പം ഉടനെ മുത്തശ്ശി പറയാണ്, അതാ മോളെ എൻ്റെയും വിഷമം, അവൾക്ക് ആര് പറഞ്ഞാലും മനസ്സിലാവത്തുമില്ല, ആര് പറഞ്ഞാലും അവൾ കേൾക്കത്തുമില്ല. ഇപ്പം തന്നെ നോക്ക്, നെടുമ്പുരക്കിൽ നിന്ന് നേരെ ഓടി ഇങ്ങോട്ട് പോരുന്നു, മക്കളെയും ഭർത്താവിനെയും എല്ലാം കളഞ്ഞിട്ട് ഓടിത്തുള്ളി ഇങ്ങ് പോരുന്നു എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അതൊന്നോർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട, മാഡത്തെയും കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ, അതൊന്നോർത്ത് വിഷമിക്കണ്ട എന്ന് അലീന പറയാണ്. അങ്ങനെ മുത്തശ്ശിയും അലീനയും കൂടെ കുറേ നേരം സംസാരിച്ച ശേഷം അലീന നേരെ ഹാളിലേക്ക് പോവുകയാണ്. അപ്പം അവിടെയാണെങ്കിൽ രോഹിത്തും ബബിതയും കൃഷ്ണമോളും മനുവും രേഷ്മയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്തായാലും അമ്മയായിട്ടേ ഞങ്ങളിവിടുന്ന് പോകത്തുള്ളൂ മനുവേട്ട എന്ന് പറയാണ്. അങ്ങനെ അലീനയും വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അലീനയും പറയുന്നുണ്ട്, അതെ മാഡമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ മാഡം ഇനി അങ്ങോട്ട് വരത്തില്ല, അതുകൊണ്ട് മാഡത്തെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് അലീന പറയുകയാണ്. അപ്പം മനു പറയാണ്, നിങ്ങളുടെയൊക്കെ ഉദ്ദേശമൊക്കെ കൊള്ളാം, പക്ഷേ ഇത് നടക്കൂല്ലെന്ന് മാത്രം അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അങ്കിള് ആൻറ്റി എപ്പം വരുമെന്ന്. അപ്പം ഉടനെ എത്തുമായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരനും കമലയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് കിടക്കുന്നുണ്ട്. കമല ഇങ്ങനെ ഞെട്ടിലൂടെ ഇങ്ങനെ നോക്കുവാണ്, ആരാണ് വന്നതെന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വരുമ്പം എല്ലാവരും അവിടെ ഇങ്ങനെ സെറ്റിലിരിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ കമലയ്ക്കാണെങ്കിൽ നമ്മുടെ അലീനെ കാണുമ്പോൾ ആകപ്പാടെ ദേഷ്യം കയറുന്നുണ്ട്. അപ്പം ശിവശങ്കരനെയും കമലയും കാണുമ്പോൾ അവരെല്ലാം ഇങ്ങനെ സെറ്റിൽ നിന്ന് എണീച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ എന്താ വന്നതെന്ന് ശിവശങ്കരൻ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാന്ന് പറയാണ്. അപ്പം കമല ചോദിക്കുകയാണ്, എന്നിട്ട് വൈജയെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മയെ കാണുകയൊക്കെ ചെയ്ത്, അമ്മ വരത്തില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുന്നത്. ശിവശങ്കരൻ പറയാണ്, അറിയാലോ അവളുടെ വാശി അറിയാലോ, 2-3 ദിവസം നിന്ന് കഴിയുമ്പം ദേഷ്യവും വാശിയൊക്കെ കുറയുമ്പോൾ നിങ്ങൾ വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്ന് പറയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അത് ശരിയാവത്തില്ല അങ്കിളെ, ഞങ്ങൾ ഇപ്പം തന്നെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്നതാണ്, അമ്മയായിട്ട് സംസാരിച്ച് അമ്മ വരത്തില്ലെന്ന് തന്നെ പറയാണ്. അച്ഛൻ വന്ന് അമ്മയോട് ക്ഷമ ചോദിച്ചാലേ അമ്മ വരുത്തോളന്ന്, എന്നിട്ട് അമ്മയുടെ ഡിമാൻഡ് എല്ലാം അംഗീകരിക്കണം, ഇതൊക്കെയാണ് അമ്മ പറയുന്നതെന്ന് രോഹിത്ത് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അവളുടെ ഡിമാൻഡൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, അതെന്താ അംഗീകരിക്കാൻ പറ്റാത്തത്, വൈജ പറയുന്നത് ശരിയല്ലേ എന്ന് പറയാണ്. എന്നിട്ട് അലീനെ നോക്കിയിട്ട് പറയാണ്, ഇവളെന്തിനാ ഇവിടെ വന്നത്, കുടുംബകാര്യം പറയുമ്പോൾ ഇവളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറയാണ്, അമ്മയ്ക്കെന്താ പേടിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം കമല പറയാണ്, എനിക്കെന്തിനാ പേടി. കൃഷ്ണമോള് പറയാണ്, അലീന ചേച്ചി ഞങ്ങളിവിടെ വന്നതാണെന്ന് പറയാണ്. അപ്പം ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വൈജായിട്ട് സംസാരിച്ചാലോ, അവളുടെ തീരുമാനം മനസ്സിലായല്ലോ, പിന്നെന്താ അവൾ തീരുമാനം മാറ്റത്തില്ല നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, ഇവർ വൈജാൻ്റെയും കൊണ്ടേ പോത്തോളെന്ന് വാശിയിൽ നിൽക്കുകയാണെന്ന് പറയാണ്. അപ്പം കമല പറയാണ്, അവൾ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് അവളെ ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, അമ്മയ്ക്കും വാശിയാണെങ്കിൽ ഞങ്ങൾക്കും വാശിയാണ്, ഞങ്ങൾ അമ്മയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ബബിത പറയാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, ഇനി എന്തായാലും അമ്മയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, നിങ്ങളെന്താ വൈജയെ കൊണ്ട് പോകാൻ തീരുമാനിച്ച് തന്നെ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അതേ അങ്ങളെ, ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലല്ല, ഇപ്പം ഞങ്ങൾ അമ്മയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. എല്ലാം പ്ലാൻ ചെയ്തിട്ടൊക്കെയാണോ വന്നിരിക്കുന്നത്, ഈ പ്ലാനിൻ്റെ പിന്നിൽ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ നോക്കുന്നുണ്ട്.